നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. ഹായ്, ഹലോ, എല്ലാവർക്കും നമസ്കാരം. ഞാനിന്ന് ഒരു ഐഡിയയായിട്ട് വന്നതാണ് കേട്ടോ. നമുക്ക് നൈലക്കറി ഉണ്ടാക്കാം. വീണ്ടും പറയുന്നു, അറിയാത്തവർക്ക് വേണ്ടിയാണ്. എത്രയോ കുട്ടികളുണ്ട്, അറിയാത്തവർ കളിയാക്കണ്ട. അപ്പം ഞാൻ അയില നല്ലോണം ആദ്യം മുറിച്ചെടുത്തു കേട്ടോ. മുറിച്ചെടുത്തതിന് ശേഷം നല്ലോണം കഴുകിയെടുത്തു. പിന്നെ പുളിവെള്ളം ഒഴിച്ചു. പിന്നെ എന്തെങ്കിലുമൊക്കെ യൂട്യൂബിൽ ഇടണ്ടേ, എന്താ ഇപ്പം ഇന്ന് ഇടുക. അപ്പം അയില ഇന്ന് കിട്ടിയത്, അന്നപ്പം അയില ഇട്ടു കേട്ടോ. എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ എന്താ പറയുക, അതിലേക്ക് പച്ചമുളക് മുറിച്ചതിട്ടു. എളുപ്പം കഴിയുന്ന കറി തന്നെയാണ് കേട്ടോ അത്. വേഗം പെട്ടെന്ന് കഴിയും. വേഗം നമുക്ക് 2 അയില കിട്ടിയാൽ വേഗം കറി വെച്ചിട്ട് ചൂടുള്ള ചോറിൻ്റെ കൂടെ കൂട്ടാം കേട്ടോ. ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കൂ, നല്ല ടേസ്റ്റാണ് കേട്ടോ. പിന്നെ ഞാൻ തക്കാളി ഇട്ടു കേട്ടോ, ശ്രദ്ധിക്കണേ. പിന്നെ ഇഞ്ചി ഇട്ടു. വെളുത്തുള്ളി ഇട്ടു കേട്ടോ. അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ മറന്നു പോകരുതേ. ഞാൻ വീണ്ടും പറയുകയാണ്, ആളുകൾ കാണുന്നത് വളരെ കുറവാണ്. എന്നാലും കാണുമായിരിക്കും അല്ലേ. കുറച്ചുകൂടെ നമുക്ക് നോക്കാം. എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന കറികളാണ് ഞാൻ എല്ലാം കാണിക്കുന്നത്. പക്ഷേ വീഡിയോ ആയതുകൊണ്ട് കുറച്ച് എന്താ പറയുക, സമയം എടുക്കുന്നു എന്നേ ഉള്ളൂ കേട്ടോ. 5 മിനിറ്റോടെ നമുക്ക് വേഗം അയില കഴുകാനൊക്കെ കഴുകാനൊക്കെ എളുപ്പത്തിൽ കഴിയും കേട്ടോ. പിന്നെ ഞാൻ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഉപ്പിട്ടതിൻ്റെ ശേഷം ഞാൻ നല്ലോണം ഇളക്കി. പുളിവെള്ളം ആദ്യം ഒഴിച്ചു മീനിൽ. പിന്നെ പച്ചമുളക് ഇട്ടു. പിന്നെ തക്കാളി ഇട്ടു. പിന്നെ വെളുത്തുള്ളി, ഇഞ്ചി, ഉപ്പ് അത് വിട്ടതിന് ശേഷം നല്ലോണം ഇളക്കി കൊടുത്തു. എന്നിട്ട് ഞാൻ മുളക് പൊടി ഇട്ടു. മുളക് പൊടി ഞങ്ങൾക്ക് എരിവ് കുറച്ച് കൂടുതലായതുകൊണ്ടാണ്. നിങ്ങൾ എരിവിനനുസരിച്ച് ഇനി എന്തും നിങ്ങൾക്ക് എത്രയാണോ വേണ്ട അതിനനുസരിച്ച് ഇടാം കേട്ടോ. ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നതാണ്. നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങൾക്ക് എത്രയാണോ എരിവ് വേണ്ടതെന്ന് വെച്ചാൽ അങ്ങനെ ഇടാം. കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാ കറിയിലും ഞാൻ മല്ലിപ്പൊടി ഇടാറില്ല, പക്ഷേ ഇതിൽ കുറച്ച് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്. പിന്നെ മഞ്ഞൾപ്പൊടി, കുറച്ച് ഉലുവ കേട്ടോ. നിങ്ങൾക്ക് ഉലുവേൻ്റെ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ ഇട്ടാൽ മതി. ഞാൻ കുറച്ച് ഉലുവ ഇടാറുണ്ട് മീനിൽ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഉലുവയുടെ പൊടിയാണെങ്കിൽ പൊടി ഇടും. പക്ഷേ ഇന്ന് ഞാൻ പൊടിച്ചതില്ലായിരുന്നു, അപ്പം ഉലുവ അങ്ങനെ ഇട്ടു കേട്ടോ. എന്നിട്ട് നല്ലോണം മുളക് എല്ലായിടത്തിലും പിടിക്കണ്ടേ, അതിന് വേണ്ടി ഞാൻ നല്ലോണം ഒന്ന് വീണ്ടും ഇളക്കി കൊടുത്തു. എന്നിട്ടാണ് ഗ്യാസ് കത്തിക്കുന്നത് കേട്ടോ. അല്ലാതെ അതിൻ്റെ മുന്നേ ഗ്യാസ് കത്തിച്ചിട്ടില്ല. ഗ്യാസ് കത്തിച്ചു, തിളയ്ക്കാൻ വെച്ചു. തിളച്ച് വന്നതിന് ശേഷം ഞാൻ തേങ്ങ ഒഴിച്ചു കേട്ടോ. ആ വീഡിയോ എന്തോ എൻ്റെ അടുത്തുനിന്ന് പോയി. പിന്നെ ഞാൻ ഇതിൽ വേറൊരു കാര്യം കൂടെ പറയാം കേട്ടോ. കടുക് ഇത് തിളച്ച് വന്നതിന് ശേഷം കടുക് പൊട്ടിച്ച് എടുത്തിട്ടുണ്ട്. അന്നപ്പം നമ്മുടെ കറി പെട്ടെന്ന് റെഡിയായി. അപ്പോഴേക്കും എൻ്റെ വീട്ടിലൊരാൾ വന്നു, വിരുന്നുകാർ. അപ്പോഴേക്കും ആ കടുക് പൊട്ടിക്കുന്നത് കാണിക്കാൻ പറ്റില്ല. അവരോട് സംസാരിച്ചിരുന്ന് ഈ വീഡിയോ എടുക്കുന്നത് എന്നോട് മറന്നുപോയി. പിന്നെ കറിവേപ്പില ഞാൻ അതിൽ ഇട്ടിട്ടുണ്ട്, വേറെ ഒന്നും കാണിച്ചില്ല. കടുക് ഉള്ളി വറുത്തിട്ടിട്ടുണ്ട്. പിന്നെ തിളച്ച് വരുന്നതൊന്നും കാണിച്ചില്ല കേട്ടോ. ഞാൻ അവർ വന്നപ്പം പുറത്തേക്ക് പോന്നു. മോളായിരുന്നു അത് നോക്കി. അന്നപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. ബായ്.